ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഡേ മുഴുവനായിട്ടൊന്നും ഇല്ല കേട്ടോ, ഉച്ച വരെയുള്ള ഒരു കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇക്ക പണിക്ക് പോയതിന് ശേഷം ഞാനിതാ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സീതൊന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. അവൻ ഇന്നലെ ഒരു മഗ്‌രിബ് ആയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ മുറ്റടിച്ചപ്പോൾ അടുത്ത വീട്ടിലെ താത്താനോടാണ് കേട്ടോ വർത്താനം പറഞ്ഞ് നിൽക്കുന്നത്. ആളവിടെ പാത്രം മൂറായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറയലും മുറ്റടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. വർത്താനം പറയാൻ നിന്നാൽ പിന്നെ പണി ഉണ്ട് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും അങ്ങനെ അതിൻ്റെ ഇടയിൽ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് അവിയലുണ്ടായിരുന്നു, അതൊന്ന് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടൊന്ന് കുഴച്ചെടുത്ത് അതാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ ഇല്ലായിട്ടല്ല, പക്ഷേ ഇക്ക നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാനും സീതുവല്ല, അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കായിട്ടുണ്ടായാൽ മുതലാവില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവനത് വേണ്ട, ഉള്ളിച്ചോറ് മതി എന്ന് പറഞ്ഞ് കുറേ വാശി പിടിച്ചു കേട്ടോ. പിന്നെ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് അടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയൊക്കെ പറഞ്ഞപ്പോൾ 2-3 സ്പൂണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പാത്രങ്ങളുണ്ടല്ലോ, ഇത് ഞാൻ ഇന്നലെ രാത്രി മോറി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. ഞാനിങ്ങനെ രാത്രി മോറി വെച്ചാൽ അതങ്ങനെ അടുപ്പത്ത് കമഴ്ത്തി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ ആകുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് കബോർഡിൽ വെക്കാൻ സുഖമാണ്. മറ്റേത് നമ്മൾ നനഞ്ഞ പാടങ്ങനെ വെക്കണ്ടേ. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വീതനൊക്കെ ഒന്ന് തോത്തി അടുപ്പ് കത്തിച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ, ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സിധുവിന് ഉള്ളിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇന്നലത്തെ രാത്രിക്കത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലാഞ്ഞാൽ എൻ്റെ ബാക്കിൽ നിന്ന് വേറിടൂല കേട്ടോ. അത് ഇപ്പം ഞാൻ തൽക്കാലത്തിന് കുറച്ച് നുറുക്കും അങ്ങനത്തെ ഒക്കെ എടുത്ത് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ ബോട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ആദ്യം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇറച്ചി തന്നെയല്ലേ പിന്നെയും വെക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ബോട്ടി തിന്നപ്പോൾ തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉള്ളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചൂടാക്കി വെച്ചിട്ട് ഞാനിത് അവന് ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവറും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ബാക്കി ചോറ് വന്നാൽ അധികം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവർക്ക് 3 പേർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതങ്ങ് ഉണ്ടാക്കി കൊടുക്കും. ഇനി ഇതിലേക്കൊരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഹാ കുശാലായിട്ടോ. അപ്പോൾ എന്തായാലും മുട്ടയൊന്നും പൊരിക്കാൻ നിൽക്കുന്നില്ല. അതങ്ങ് ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും അവന് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കിയപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ചോറിന് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഇടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇടൽ കഴിഞ്ഞപ്പോഴേക്കും അവന് കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതവിടെ മാറ്റി വെച്ച് ഇനി വരുമ്പോൾ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ തേങ്ങ വെയിലത്തിടാൻ വേണ്ടി ടെറസിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ തന്നെ വെയിൽ കണ്ടപ്പോൾ ഞാനത് ഇടാമെന്ന് വിചാരിച്ചു. കാരണം 2-3 ദിവസമായിട്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വെറും മഴക്കാറും മൂടലും ഇടയ്ക്കൊക്കെ ഒരു പെയ്യലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഈ തേങ്ങ വെട്ടി അന്ന് തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. വെട്ടണ അന്ന് വലിയ കുഴപ്പമില്ല, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ പിറ്റേന്ന് തൊട്ട് മഴക്കാർ മൂടിക്കൊണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിത് 2-3 ദിവസം അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ഈ പരുവത്തിലാക്കി എടുത്തത് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ കേടൊന്നും വന്നിട്ടില്ല. കുറച്ചുള്ളെങ്കിലും ആ ഉള്ളത് ഒരു കുഴപ്പമില്ലാതെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല വെയിലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് വരെ വെയിലത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വെയിലത്തിട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ അങ്ങനെ മക്കളോട് വർത്താനം പറഞ്ഞു. മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തച്ഛൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് കിച്ചണിൽ വന്നപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് കറി വെക്കുന്നിങ്ങനെ ആലോചിച്ച് ഫ്രിഡ്ജ് തപ്പിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു വെള്ളരിക്ക. കുറേ ദിവസമായിക്കണു തോന്നുന്നുണ്ട്, കാരണം ഫ്രിഡ്ജിൽ കിടന്ന് അതിന് പ്രായം കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ചുങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതെടുത്തിട്ട് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തൈരൊക്കെ ചേർത്തിട്ട് നമ്മൾ മോരാച്ചി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ കുരും ഇതൊക്കെ, അത് പണ്ടൊക്കെ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ മുന്നേ കേട്ടോ ഞാൻ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാവരും പറയും കണ്ണിൻ്റെ കറുപ്പും അതേപോലെ നമ്മളെ മുഖത്തിനൊക്കെ മുഖക്കാന്തി വർദ്ധിക്കാനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ഒരുവിധ സാധനങ്ങളൊക്കെ തേക്കുന്ന അന്ന് അങ്ങനെ ഒരു പിരാന്തായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പം പിന്നെ അങ്ങനത്തെ പിരാന്തൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഒരു കാലമായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ മക്കളെ കാര്യമല്ലേ നോക്കുക, നമ്മളെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ നോക്കാറില്ലല്ലോ.
അപ്പം അങ്ങനെ എന്തായാലും വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ട് ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത്. നമ്മൾ മോരാച്ചൊക്കെ ഉണ്ടാക്കുന്ന പോലെ, മോരാച്ചല്ല കുമ്പളങ്ങ കറിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അടുപ്പൊക്കെ ഒന്ന് കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കത്തിച്ച് പിടിപ്പിച്ചിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറിക്കുള്ളത് അടുപ്പത്തായപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ള അരപ്പിനും വേണ്ടി തേങ്ങ ചിരവി എടുക്കുകയാണ് കേട്ടോ. ഞാൻ തേങ്ങ ചിരവുമ്പോൾ ഒക്കെ വിചാരിക്കും കുറച്ച് അധികം ചിരകിയിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും പറയണേക്കാം ഫ്രീസറിൽ വെച്ചാൽ മതി, എന്നാൽ പിന്നെ ആവശ്യമുള്ളത് അങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ. ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ കുറച്ച് ചിരവുമ്പോഴേക്കും നമുക്ക് മടുപ്പ് വരികയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും അത് അപ്പത്തിനപ്പോൾ ചിരകി എടുത്താൽ പോരേ എന്ന് കേട്ടോ. അങ്ങനത്തെ തേങ്ങയൊക്കെ ചിരവി അതിലേക്ക് 2 വെളുത്തുള്ളിൻ്റെ പൊണിയും ഒരു ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും കട്ട തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും കഷ്ണം വെന്തിട്ട് വേണമല്ലോ നമുക്കതിലേക്ക് പാർന്ന് കൊടുക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചെടുത്തിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു കേട്ടോ. അപ്പോഴേക്കും സിധു ഉള്ളിച്ചോറ് വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ചോറുണ്ണാൻ വേണ്ടി ഞാനും അവനും കൂടെ അങ്ങനെ ചോറുണ്ണാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ബോട്ടി ഉണ്ടായിരുന്നല്ലോ, അത് കൊടുത്തിട്ട് അവന് കടിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് വെന്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? വേവായിട്ടൊന്നും അല്ല കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് എണ്ണയിലിട്ട് ഒന്നും കൂടെ നെരിയിച്ചപ്പോൾ അത് കുറച്ച് ഉറപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവന് കടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അതാണ് അവന് ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും കുറേയൊക്കെ കടിച്ചും പിടിച്ചൊക്കെ ആയിട്ട് അങ്ങനെ ചോറ് ഞങ്ങൾ 2 പേരും കൂടെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ വെള്ളരിക്കെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പങ്ങ് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ചുറ്റി പാർന്നിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തിനുള്ള കറിയും കൂടെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അത് തിളച്ചപ്പോൾ അതങ്ങ് വാങ്ങി വെച്ചു കേട്ടോ. അങ്ങനെ ചോറും ചാറൊക്കെ ആയപ്പോൾ ഞാനിത് കുറച്ച് മെഷീനിൽ തിരുമ്പാനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തിരുമ്പിയതൊക്കെ ഞാനൊന്ന് അയലിൽ വിരിച്ചിടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഇനി കുറച്ച് പാത്രങ്ങൾ മോറാനും വീതന തോത്തിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പാത്രങ്ങൾ അധികമൊന്നും ഇല്ല കേട്ടോ, കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അധികം പാത്രങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതങ്ങ് മോറിയെടുക്കുന്നുണ്ട്. അങ്ങനെ പാത്രം മോറലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ട് ഓൾറെഡി ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്കിയുള്ളതും കൂടെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കുട്ടികളുടെ പുസ്തകം ഒന്നും പൊതിഞ്ഞിട്ടില്ല കേട്ടോ. നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണല്ലോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവുമോ? കുറേ ദിവസമായിട്ടോ ഞാൻ ഇതിന് ഒരുങ്ങലടങ്ങിയിട്ട്. പക്ഷേ വല്ല ലോട്ടറി കച്ചവടത്തിൻ്റെ മാതിരി നാളെ എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടുപോയി. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടെപ്പിറപ്പ് തന്നെ നമ്മളെ മടി, നാളെ പൊതിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ടു പോയതാണ്. ഇനിയും വെക്കാൻ പറ്റില്ലല്ലോ, നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ അങ്ങനെ ഞാനത് പൊതിയാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊതിയുടെ ഒക്കെ ചുറുക്ക് കണ്ടില്ലേ, എന്താ ഭംഗി കാണാൻ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കാപ്പി കളറ് അതേപോലെ ഒരു ഓറഞ്ച് കളറിലൊക്കെ ഉള്ളൊരു പൊതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഇമാതിരി പൊതിയൊന്നും ഞാൻ കാണാൻ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ കവർ ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു കേട്ടോ അന്നൊക്കെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൊതി ചുറുക്ക, അന്ന് നമുക്ക് പൊതി മതിയായിരുന്നു, ചുറുക്കൊന്നും വേണ്ടി ഉണ്ടായിരുന്നില്ല. ബുക്കൊന്ന് പൊതിഞ്ഞ് കിട്ടണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ പൊതി നല്ല ചുറുക്കും വേണം, എന്നാലേ കുട്ടികൾക്കും തന്നെ അത് തൃപ്തി ആവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ചുറുക്കുള്ള പൊതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പൊതി വാങ്ങാൻ പോയപ്പോൾ രണ്ടും യെല്ലോ കളറാണെങ്കിലും ഡിസൈനിന് ചെറിയ മാറ്റം ഉണ്ട് എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ടും അത് നിർത്തി നോക്കിയപ്പോൾ രണ്ടും ഒരേ മാതിരിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാളെ ബുക്കും മാറുമെന്ന് അറിയില്ല. എന്തായാലും നെയിം സ്ലിപ്പ് എന്തായാലും രണ്ടാളും വേറെ വേറെയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു നോട്ട് ബുക്ക് പൊതിഞ്ഞു. ഇനി ബാക്കിയുള്ളതും കൂടെ അങ്ങ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പേർതും നിബുവിന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. റിതുവിൻ്റെ ടെക്സ്റ്റും നോട്ടും നിബുവിൻ്റെ നോട്ട് ബുക്കും അങ്ങനെ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതാണ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പൊതിയാനുണ്ട് എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സിധുവിനെ കുളിപ്പിച്ചിട്ട് അവനക്ക് ചോറ് കൊടുക്കാനുണ്ട്. ഇത് ഞാൻ ആദ്യം കൊടുത്തപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു, പിന്നെ ഞാൻ ഓർമ്മ വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവന് ഇറച്ചി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു മുട്ടൊക്കെ പൊരിച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഒറ്റിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവന് ചോറ് കൊടുത്തത്. അങ്ങനെ ചോറൊക്കെ കൊടുത്തിട്ട് അവനെ ഞാനൊന്ന് ഉറക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറുണ്ണാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഓക്കെ, ബൈ.